സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 15:1 മുതൽ ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പ്രിയമുള്ളവരെ, ഇത് തമിഴ്നാട്ടിലും ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ദിവസങ്ങളിൽ ചെയ്യുന്ന മുന്തിരിച്ചെടിയും ശാഖകളും പോലെ, അതായത് ഒട്ടി നിൽക്കുക. മുന്തിരിച്ചെടി ശാഖയിൽ നിന്ന് മാറി നിന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മുന്തിരി കായ്ക്കാനായിട്ട് അത് വെട്ടിയൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതായത് പ്രാർത്ഥനയിൽ, വചനം വായനയിൽ, ജപമാലയിൽ, അങ്ങനെ കർത്താവിന് നമ്മൾ സമയം കൊടുക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതൽ ഫലമുണ്ടാകാൻ വെട്ടിയൊരുക്കുക എന്ന് പറഞ്ഞാൽ സഹനത്തിലൂടെ ദൈവം നമ്മളെ നയിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന ക്ലിഷ്ടമാർഗ്ഗത്തിലൂടെ അവിടെ നമ്മളെ നയിക്കും. അതായത് സഹനത്തിലൂടെ നയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും കൃപയും ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഇന്ന ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവ് മുന്തിരിച്ചെടിയും ശാഖയുടെ ഉപമകൾ പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്ന് നിന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും തിരുനാമത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യവും സഹായവും ഇന്നേ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.